Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. റിവിഷൻ തുടങ്ങി കാണാം. എന്തായാലും എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് അല്ലെ എത്തിക്കലിന്റെ ഒക്കെ ഒന്ന് പാഠം റെഫർ ചെയ്യണമെന്ന് അല്ലെ ലെസൺസ് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ജസ്റ്റ് നമ്മള് മിക്കവാറും ഈ ലാസ്റ്റ് ക്ലാസ്സുകളിൽ സാധാരണ വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ റിവൈസ് ചെയ്ത് പോകാറുണ്ട്. എന്തായാലും നിങ്ങൾ പഠിച്ചു പോയപ്പോഴോ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എന്തായാലും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോയി കാണും. അപ്പൊ നന്നായിട്ട് കെയർ കൊടുക്കുക. മോക്ക് ടെസ്റ്റുകൾ വന്ന ക്വസ്റ്റ്യൻസുകളും പിന്നെ ഒപ്പം വായിച്ചു പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇച്ചിരി കൂടിയും നമ്മൾ സ്ട്രെസ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് പറ്റുന്ന കുറച്ച് ഒരു അരമണിക്കൂറോളം നമുക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ അതായത് ഓരോ ചാപ്റ്റേഴ്സിലും വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ വായിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എത്തിക്കല് അല്ലെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു ഭാഗം നോക്കാം. അതായത് ഇതിലെ പ്രധാനമായിട്ടും വരുന്നത് എത്തിക്കലിന്റെ ആ ഒരു എത്തിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ടൈമും നിങ്ങൾ ഏതൊരു പീഡിയഫ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് പ്രധാനമായിട്ട് ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യാൻ പോവുക. പക്ഷെ കാരണം എവിടെ നിന്നാണെങ്കിലും നമുക്കൊന്ന് ഒരു ഐഡിയ കിട്ടും അതിനെ കുറിച്ചിട്ടാണ്. ഇത് ഞാൻ എടുക്കുന്നത് മാത്രമല്ല എല്ലാവരുടെയും. ഇൻ കേസ് മോക്ക് ടെസ്റ്റും ഈ ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് വായിച്ച് ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവും. അപ്പൊ അത് മോസ്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഏത് ഭാഗത്തൊക്കെയാണ് ഇത് കിടക്കണേന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരും. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കേസുകളല്ലേ ജോലി സാധ്യതകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗമൊക്കെ വന്ന് മറച്ചു നോക്കാനും അത് മൈൻഡിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഉള്ള സമയം എക്സാമിന് വേണ്ടിയിട്ടുള്ള സമയം മാക്സിമം ഇത് എല്ലാം തന്നെ വായിച്ചു മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാൻ കാരണം ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യകത വരുമ്പോൾ അതൊക്കെ എവിടെ കിടക്കണത് എന്നുള്ള കാര്യമൊക്കെ ഓർമ്മയിലേക്ക് വരും. അപ്പൊ ആരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജസ്റ്റ് ഒന്നും അറിയില്ല എന്നല്ല, എന്തെങ്കിലും അറിവുണ്ട് എന്നുള്ളത് അപ്പം അവർക്ക് ബോധ്യമാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എത്തിക്കൽ ലീഗൽ ഇഷ്യൂയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇൻ കേസ് ഏതോ ഒരു സ്ഥാപനമാണെങ്കിലും ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടറിന്റെ പ്രൊഫഷൻ ആണെങ്കിലും ലോയറിന്റെ പ്രൊഫഷൻ ആണെങ്കിലും ആ പ്രൊഫഷനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ. അതിനോട് ഒരു ആത്മാർത്ഥതയും കൂടി കാണിക്കണം. അവർക്ക് എത്തിക്കലായിട്ടെന്ന് പറഞ്ഞാൽ ധാർമ്മിക കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മള് ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ കുട്ടികൾക്ക് ആയിട്ടുള്ള ഒരു ബന്ധം ടീച്ചറിനുണ്ടായിരിക്കണം. എന്ന പറഞ്ഞ മാത്രമേ പേഷ്യന്റും ഡോക്ടറും തമ്മിലൊരു അവേദ്യ ബന്ധം അല്ലെ അവർക്ക് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. എന്ത് തരത്തിലുള്ള അസുഖമാണെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ്, ക്രിമിനൽ കേസ് എന്തുകൊണ്ട് വന്നാലും അവരുടെ ഡ്യൂട്ടി അല്ലെ അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വം അവർ മസ്റ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതായത് പേഷ്യന്റിന് അർഹതപ്പെട്ട ആ ഒരു ട്രീറ്റ്മെന്റ് പരിചരണം അവര് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ ഒരു സെന്റൻസ് പറയുന്നത് സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് എ ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. ഒരിക്കലും പ്രൊഫഷണല് അല്ലെ അവരുടെ ആ ജോലിയോട് എന്താണ് അപമര്യാദയായിട്ട് പെരുമാറാനായിട്ട് പാടുള്ളതല്ല. അതിനോട് ഒരു ആത്മാർത്ഥത, ഒരു ധാർമ്മിക കാഴ്ചപ്പാട് ആർക്കുണ്ടായിരിക്കണം? ഡോക്ടേഴ്സിനാണെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും അവിടെയുള്ള വർക്കേഴ്സിനായാലും ആർക്ക് തന്നെയായാലും ഉണ്ടായിരിക്കണമെന്ന്. അതാണ് എത്തിക്കൽ ആസ്പെക്ട് പറയുന്നത്. ഇനി ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ട് നമുക്കറിയാം. ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ആക്സിഡന്റ് കേസുകളൊക്കെ പെട്ടെന്ന് സൂയിസൈഡ് ഒക്കെ കേസൊക്കെ വരുമ്പോൾ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അല്ലെ. അപ്പൊ ഈ ധാർമ്മിക കാഴ്ചപ്പാടോടുകൂടിയുള്ള ചികിത്സ കൊടുക്കുന്നതോടൊപ്പം തന്നെ നിയമ നടപടികൾ അത് എന്തൊക്കെയാണോ അതെല്ലാം ഫോളോ ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെ. നമ്മളിപ്പോൾ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിന്റെ അതല്ലെങ്കിൽ ആ പ്രദേശത്തെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കണം അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് പാടുള്ളൂ. ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് മൂല്യം കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോ ഹോസ്പിറ്റലിലെ പ്രത്യേകത അനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ അവരാണ് പ്രധാനമായിട്ടും നയങ്ങളെല്ലാം രൂപീകരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഹോസ്പിറ്റൽ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള കുറെ നയങ്ങളെല്ലാം രൂപീകരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്.
അപ്പൊ അവർക്ക് എന്താ ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ഒരു അവബോധം ഇവർക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇങ്ങനെ നല്ലൊരു അറിവുണ്ടായാൽ മാത്രമാണ് ഇവർക്ക് നല്ല രീതിയിലുള്ള നിയമങ്ങളൊക്കെ അല്ലെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല അറിവുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി കേസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ അല്ലെ അവരുടെ നിയമം അനുസരിച്ച്, അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ നിയമം അനുസരിച്ചിട്ട് റിലേറ്റീവ്സിനെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കേണ്ടതുണ്ടാവും. ചില പേർപ്പസുകളെല്ലാം അല്ലെ സൈനൊക്കെ ചെയ്ത് മേടിക്കേണ്ടതുണ്ടാവും. അതല്ലെങ്കിൽ എന്താണ് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ നിയമാവലിയിൽ ഉണ്ട് എങ്കിൽ ഇന്ന കേസുകൾ നമുക്കറിയാം, ചില പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് പല കേസുകളും അല്ലെ മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള കേസുകളായിട്ടുള്ള വരുന്ന കുറെ മാറ്റേഴ്സുകളുണ്ട്. അപ്പൊ അതായത് ഫിസിക്കൽ അസോൾട്ട് കേസുകൾ, നമ്മള് എന്തെങ്കിലും അല്ലെ സൂയിസൈഡ് കേസുകളോ അല്ലെങ്കിൽ സെക്ഷൽ അറ്റാക്ക് അല്ലെങ്കിൽ അതിക്രമങ്ങളോ അങ്ങനെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഇലക്ട്രിക് ഷോക്കൊക്കെ കൊടുത്ത് എന്തെങ്കിലും അപായപ്പെടുത്താൻ സാധ്യതയുള്ള കേസുകൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കേസുകളുണ്ട്. ഇതെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നെല്ലാം എന്റെ നിങ്ങൾക്ക് ഇപ്പൊ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ക്ലാസ് റൂമിൽ എന്തായാലും ഉണ്ടാവും, അതെടുത്ത് കേൾക്കുക. ഓരോന്നും തന്നെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം കേസുകളെല്ലാം എന്താണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ ഇറക്കിയിട്ടുണ്ടാവും അല്ലെ, അവിടെ ആ നിബന്ധനകളിൽ പാലിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു അറിവുള്ളത് കൊണ്ടാണ് ഇവർക്ക് വേറെ ലീഗലായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് നിയമ നടപടികൾക്ക് വരുമ്പോഴൊക്കെ എന്തെങ്കിലും എവിഡൻസ് ഒക്കെ തെളിയിക്കാനായിട്ട് കോടതിയിലേക്ക് പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതായത് ധാർമ്മിക കാഴ്ചപ്പാടുകൾക്കും അതേമാതിരിയുള്ള ലീഗൽ ആസ്പെക്ടുകൾക്കും ഉള്ള കുറെ പ്രൊവിഷൻസ് അതെല്ലാം ഇവരുടെ ഇംപ്ലിമെന്റിൽ ഇവരുണ്ടാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എല്ലാം തന്നെ നടപ്പാക്കേണ്ടതാണ്. അതിനുള്ള ഒരു അറിവ് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് പ്രധാനമായിട്ടും എത്തിക്കൽ ലീഗൽ ആസ്പെക്ട്സിൽ പറയുന്നത്. ഇനി വീണ്ടും പറയുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് കുറച്ച് അല്ലെ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ അല്ലെ കുറച്ച് നിയമ നടപടികൾ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതൊരു ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽ ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് ഒരു 50 അതിൽ കൂടുതലോ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ വരിക എന്ന് പറഞ്ഞാൽ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെ, നമുക്കറിയാം വർദ്ധിച്ചു വരികയാണ് ഹോസ്പിറ്റൽ അല്ലെ. ഒരു പ്ലേസിൽ തന്നെ 1, 2, 3 അധികം ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവാം. അവർ തമ്മിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഉണ്ടാവാം. ഇൻ കേസ് അങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. വാക്ക് തർക്കങ്ങൾ എന്തെങ്കിലും കേസുകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴില് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതല്ലേ. ആ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തതിന് ശേഷമാണെങ്കിൽ ആ ആക്ട് അനുസരിച്ചിട്ട് അതെന്താണോ പറയുന്നത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും ആ ഹോസ്പിറ്റൽ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് അല്ലെ കോടതിയുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് ഓരോ ആക്ടിനെ കുറിച്ച് നല്ല അവബോധം. കേസ് ഈ ആക്ടിനെ കുറിച്ചിട്ടുള്ള അവബോധം ഉള്ളത് കൊണ്ടായിരിക്കും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അതിന്റെ അണ്ടറിലേക്ക് ഹോസ്പിറ്റലിനെ കൊണ്ടുവരുന്നത്. ഇൻ കേസ് അവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് നമുക്കറിയാം അവിടെ വർക്കേഴ്സ് അവരവരുടെ ന്യായമായ കൂലിയൊന്നും കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരും കോടതിയെ സമീപിക്കും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇവരുടെ കൂലി ന്യായമായിട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ തെളിയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവര് കൃത്യമായിട്ട് പറയും നമ്മുടെ വേജസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള കൂലികൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇംപ്ലിമെന്റ് ആ ഒരു നിയമങ്ങൾ അല്ലെ ആ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്ത് ഇതാണെങ്കിലും അല്ലെ ചിലത് ഹോസ്പിറ്റലിന് ഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം, ചിലത് അവിടുത്തെ വർക്കേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ബോണസ് ആക്ട് വരുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി ആക്ട് വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ എന്തായാലും ഇത് എന്തിനാണെന്നുള്ളതും ആർക്കാണത് കൂടുതൽ ഫേവറബിൾ അല്ലെ അനുകൂലമായിരിക്കുന്നത് അതിന്റെ ഇയറും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം എക്സാമിന് ചിലപ്പോഴൊക്കെ എന്താണ് ഇയേഴ്സ് ചോദിക്കാറുണ്ട്. മിനിമം വേജസ് ആക്ട് എന്താണ് അത് എന്തിലാണ് അല്ലെ ആർക്കാണ് ഫേവറബിൾ ആയിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഈ മെമ്പേഴ്സ് അത് എത്രത്തോളം വരുന്നവർക്കാണ് സാധ്യതയുള്ളത് അല്ലെ ഈ ഒരു ആക്ടിന്റെ കീഴിൽ വരാൻ സാധിക്കുക എന്നുള്ളത്. മിക്ക ആക്ടിലും അതിന്റെ മെമ്പേഴ്സിന്റെ എണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഏത് ആക്ട് ആണെങ്കിലും അത് എന്താന്നുള്ളത് ഞാൻ എന്തായാലും ക്ലാസ്സിൽ ഓരോന്നെടുത്തപ്പോഴും ഡിസ്ക്രൈബ് ചെയ്താലേ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്നുള്ളത് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് ആർക്കാണ് അനുകൂലമായിരിക്കുന്നത്, then അതിന്റെ ഇയേഴ്സ് അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ പേഴ്സ് അല്ലെ, ബോണസ് ആക്ട്, പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട്, അതിന് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് 5 years അല്ലെ സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ് ഒക്കെയാണ്. അവരാണ് പിരിഞ്ഞു പോകുമ്പോൾ ഈ ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നത്. ഈ കേസ് നമുക്കറിയാം, ഒരു 2 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് പിന്നെ 2 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അങ്ങനെ പിരിഞ്ഞു പോകുന്നവർക്ക് അല്ലെ, അങ്ങനെയുള്ളവർക്കൊന്നും ഗ്രാറ്റുവിറ്റിക്ക് അർഹതയില്ല. ഒരു 5 വർഷത്തോളം. ഇൻ കേസ് ഡെത്ത് ആണെങ്കിൽ 1 year അല്ലെ, 1 yearന് ശേഷം ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ആക്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഓരോ ആക്ടിന്റെ കീഴിലുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇതിൽ വിവരിക്കുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇന്ന ആക്ടുകൾ ഉണ്ടാകാം, അതുമായി ബന്ധപ്പെട്ട എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്ടുകൾ നടപ്പാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി പോകാനാണ്. പേയ്മെന്റ് വേജസ് ആക്ട്, നമ്മളെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, പിന്നെ ചിലതിന്റെയൊക്കെ എന്താണ് ഫുൾ ഫോം അല്ലെ, IMC എന്നൊക്കെ പറയും. IMC 1933, IMC ആക്ട് 1933 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബ്രീഫായിട്ട് എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഇതിൽ ആക്ടിന്റെ കീഴിൽ പൊതുവെ കാണാറുള്ളത്. പ്രധാനമായിട്ടും അതിന്റെ ലോയെ അല്ലെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്താണെന്നുള്ള കാര്യം ഗ്രഹിച്ചു വെക്കുക. അത് മസ്റ്റ് ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ഇൻ കേസ് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇന്നിന്ന ആക്ടിന്റെ കീഴിലാണെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് അല്ലെ നമ്മുടെ ഇതല്ലേ, നമ്മുടെ ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെയാണ് ഇവർ ഫോളോ ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ നമ്മൾ വില്ലേജ് വേസ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അത് അല്ലെ, അതിന്റെ പെർമിഷൻ, ഏതൊക്കെ രീതിയിലുള്ള പെർമിഷൻ, ഏതൊക്കെ ആക്ടിന്റെ കീഴിലാണോ അതിന്റെയൊക്കെ പെർമിഷൻ കിട്ടിയതിനു ശേഷം മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടെന്ന് ഉറപ്പുവരുത്താനും കൂടിയാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ആക്ടിന്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിന് പ്രധാനമായിട്ടും ഇങ്ങനെ അല്ലെ കുറച്ച് ഷോർട്ട് ഫോംസിലൊക്കെ ഒരുപാട് ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ എന്നുള്ളത്? നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അടുത്തത് നമുക്ക് അല്ലെ, അടുത്ത ചാപ്റ്റർ ഏതെങ്കിലും നമുക്ക് നോക്കാം. ഇതിലെല്ലാത്തിലും ഉണ്ട് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് 1998 ഇതെല്ലാം അല്ലെ, മെഡിക്കൽ ടെർമിനേഷൻ, പ്രഗ്നൻസി ഒക്കെ എല്ലാത്തിനും എന്താണെന്നുള്ളത് ജസ്റ്റ് വായിച്ചെന്തായാലും മനസ്സിലാക്കി പോകുക. ഇനി ഇതില് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലെ, ഓരോ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററിന്റെ പവർ എന്താന്നുള്ള കാര്യം നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ ഓവർവ്യൂവില് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണെന്നൊക്കെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്ന നിലയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെ, ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചോദിച്ചിട്ട് അല്ലെ, ഏതെങ്കിലും മനസ്സിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ. പ്രധാനമായിട്ടും ഈ റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതേമാതിരി തന്നെ മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്റർ പല ചാപ്റ്ററിലും നിങ്ങൾ പഠിച്ച ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. മാർക്കറ്റിംഗ് ചാപ്റ്റർ ഞാനല്ല എടുക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് അവർ അതിനകത്ത് കയറുന്നുണ്ട്. പിന്നെ മിക്കവാറും ക്ലാസ്സുകൾ എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും റെക്കോർഡ് ക്ലാസ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുകയായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അല്ലെ കുറച്ചും കൂടി മനസ്സിലാക്കി പോവേണ്ടതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഇനി എന്താ ഇതിൽ പറയുന്നത്? അപ്പൊ ഓരോരുത്തരുടെ ഇതിൽ കുറച്ച് അല്ലെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ളു. അത് ഏത് ചാപ്റ്റേഴ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും.
ആ പഠിച്ചിട്ടുള്ളതനുസരിച്ചിട്ട് പോയിന്റിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവര് വ്യക്തമായിട്ട് അതിന്റെ ആ ഹെഡ്ലൈൻ തന്നെ കൊടുത്തിട്ട് തന്നെയാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് മിക്കവാറും ചോദിച്ചു കാണാറ്. അപ്പൊ ജസ്റ്റ് ആ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ് എന്നുള്ളത്, ഉത്തരവാദിത്തങ്ങളല്ലേ ആരുടെയാണ് എന്നുള്ളത് ഈ ഒരു കുറച്ച് ഭാഗം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആരുടെയാണോ, അഡ്മിനിസ്ട്രേറ്ററിന്റെ ആണോ, അല്ലെ ഇമ്പോർട്ടൻ്റ് ഈ ഓൾ ദ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണ്? അപ്പൊ ആർക്കായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർക്ക് ആയിരിക്കും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും മിക്കവാറും അങ്ങനെയാണ് അല്ലെ. ഹു പ്ലേ key role making sure that the outpatient department runs smoothly, effectively, patient obtain high quality care. അത് ആരുടെ ആയിരിക്കും? നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഉത്തരവാദിത്തം ആരുടെ ആയിരിക്കും? സെക്രട്ടറിയുടെ ആയിരിക്കും. അപ്പൊ ഓരോ ഇത് മൊത്തം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഒരു ബ്രീഫ് ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അല്ലെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കേണ്ടത് ഫസ്റ്റ് വായിച്ചു നോക്കേണ്ടതാണ്. ഇൻ കേസ് എനിക്ക് തോന്നുന്നു ആ ഓവർവ്യൂ പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിന്റെ പവർ നിങ്ങൾ കിട്ടും. ഔട്ട് പേഷ്യന്റിന്റെ അത് പഠിച്ചു കഴിയുമ്പോൾ ഔട്ട് പേഷ്യന്റിന്റെ ആ റോള് അല്ലെ എക്സിക്യൂട്ടീവിന്റെ റോള് കിട്ടും. സെക്രട്ടറിയുടെ എന്താണെന്നുള്ളതും അത് നിങ്ങൾക്ക് BR ഒക്കെ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടാവും. അങ്ങനെ ഓരോ ഇതുകളും അത് മിക്കവാറും ആ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിച്ചു പോകുന്നുണ്ടാവും. പിന്നെ ഇത് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കിയാൽ മതിയാവും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവെ മിക്കവാറും എല്ലാ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. പക്ഷെ ചിലതിൽ നിന്നൊക്കെ കൂടുതലുണ്ടാവും. മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നന്നായിട്ട് നോക്കുക. ഞാൻ കുറച്ച് സമയം എടുത്ത് തന്നെയാണ് നോക്കി പഠിപ്പിച്ചത്. കാരണം മിക്കവാറും അതിന് ക്വസ്റ്റ്യൻസ് കൂടുതലായി കാണാറ്. എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പോവുക. ഇത് പൊതുവെ നിങ്ങൾക്ക് അതിൽ പഠിച്ചിരിക്കുന്ന മാറ്റേഴ്സ് ഒക്കെ തന്നെയായിരിക്കും. സെക്രട്ടറിയെ ഞാൻ ഓരോന്നും വിവരിക്കേണ്ടതുണ്ടോ? ഓരോന്നോരോന്ന് പറഞ്ഞ് സമയം കളയേണ്ടതുണ്ടോ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഓവർവ്യൂ വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്ററിന്റെ കുറെ കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് വിവരിക്കുന്നത്. പിന്നെ പോകുന്ന പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട, അതായത് മോർട്ടാലിറ്റി റേറ്റ് അതൊക്കെ എന്താന്നുള്ളത്, ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്താന്നുള്ളത്, പിന്നെ അതിന്റെ ഫോർമുലാസ് എന്താന്ന്, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അത് ഒരു ഫോർമുല തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെ, മോർട്ടാലിറ്റി റേറ്റ് നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 നോൺ ഡിവൈഡഡ് ബൈ 365. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇൻ കേസ് ICUലുള്ള കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റിന്റെ ടോട്ടൽ പീരിയഡ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ് അല്ലെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ICU. അങ്ങനെ കണ്ടിട്ട് ഉള്ളത് അത് സെപ്പറേറ്റ് അതുമായി മാത്രമുള്ളത്. ഇൻ കേസ് ഒരു സ്പെസിഫിക് പീരീഡ് തന്നിട്ടാണെങ്കിൽ അത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതപ്പോ ഒരു ഫോർമുല ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ അത് മനസ്സിലാക്കാം. മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഗ്രോസ് എന്താണ്, നെറ്റ് എന്താണ്, നെറ്റ് എന്താണ് പ്രത്യേകത, ദെൻ ICUവിന്റെ എന്താണ് പ്രത്യേകത. അപ്പൊ ഫോർമുലാസ് വെച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എളുപ്പം നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് ഡെത്ത് റേറ്റ് എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, നമ്മുടെ ശിശു മരണ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പ്രിവാലൻസ് ഇതും ഞാൻ എന്തോ ഒരു എക്സാമ്പിൾ സഹിതമാണ് നിങ്ങളെ പഠിപ്പിച്ചത്. കോവിഡുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് തോന്നുന്നു അല്ലെ, രോഗവ്യാപന തോത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്ര പേരെ പരിശോധിച്ചിട്ട് ഇത്ര പേരെ സ്ഥിരീകരിച്ചു, ആ ഒരു രീതിയിൽ തന്നെ കണക്കുകൾ അല്ലെ അതിന്റെ ഫോർമുലാസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുക. ടൈപ്സ് ഓഫ് പ്രിവാലൻസ് അതും ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. ആ രോഗവ്യാപനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. വീണ്ടും എന്താണ് ഇതേമാതിരി തന്നെ ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻസിഡൻസ് എന്താണെന്നുള്ളത് അതും ഞാനൊരു എക്സാമ്പിൾ സഹിതമാണ് ഏതെങ്കിലും ഹോട്ടലിൽ അല്ലെ സംഭവിക്കുന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് നിങ്ങൾ പഠിപ്പിച്ചത്. അതും അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ന്യൂ കേസുകളും അല്ലെങ്കിൽ അവിടെ വരാൻ സാധ്യത ഉണ്ടാവുന്ന അത്രത്തോളം റിസ്കുകൾ വരാൻ സാധ്യതയുള്ള പേഴ്സൺസിനെ വെച്ച് ഡിനോമിനേറ്റർ ആയിട്ടൊക്കെ എടുത്ത് ടൈം എലമെന്റ് ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ആയിട്ടും ഇതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും
ഈ ചാപ്റ്ററിൽ അല്ലെ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്. പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് അത് നിങ്ങൾക്ക് അല്ലെ ഫസ്റ്റ് ആയിട്ട് ഒരുപാട് വായിക്കാനുണ്ട്, കുറച്ച് കൂടുതൽ ഇതിലൊക്കെ തരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഇതിൽ തന്നെയാണ്, ഈ ചാപ്റ്ററിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഭാഗമാണ് പ്രധാനമായിട്ടും ഓവർവ്യൂവില് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കാണുന്നത്, ക്വസ്റ്റ്യൻസ് പൊതുവെ കാണാറുള്ളത്. പിന്നെ ഓക്കെ, ആൻ ഓവർവ്യൂ ഓഫ് അതാണ് ആ ചാപ്റ്ററിന്റെ ഇത് തന്നെ, ആ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതില് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ കുറെ പേരുകൾ വെച്ചിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, കാണാറുണ്ട്. ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ഹെൽത്ത് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അങ്ങനെ ഡിഫറെന്റ് നെയിംസ് ഒക്കെ ഉള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള അല്ലെ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളതൊക്കെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് പൊതുവെ ഇതിൽ കൂടുതലും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതിലെന്തോ ഒരു അബ്രിവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കണമല്ലോ, SOPs ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കമ്പ്യൂട്ടറിന്റെ വേർഡ് എന്താണ്, എക്സൽ എന്താണ്, പവർ പോയിന്റ് എന്താണ്, ആ 3 കമ്പാരിസൺ മസ്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. വീട് നമ്മുടെ ഇതുകളൊക്കെ ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ റെസ്യൂമോ ഇതുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എക്സല് മാക്സിമം എന്താണ് കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പവർ പോയിന്റ് എന്തെങ്കിലും അല്ലെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അത് റിലേറ്റീവ് ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ കാണുന്നത്. ദെൻ വീണ്ടും എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്, ഇതിലധികം ഇതുകളൊന്നല്ല. പിന്നെ നെറ്റിന്റെ ഉപയോഗം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, പ്രോസസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിയാം. പിന്നെ വരുന്ന ബാക്കി ഭാഗ്യം അല്ലെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ അധികം പ്രാക്ടീസിന്റെ ഒക്കെ കാര്യങ്ങളൊന്നും അധികം കാണാറില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി വെച്ചേരെ എന്ത് കാര്യമാണെങ്കിലും. ഇനി നമുക്ക് ഉള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ. അതൊരു വലിയ ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ഇതേമാതിരി നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അനുസരിച്ച് വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എന്തായാലും അതൊരു വലിയ ചാപ്റ്റർ ആണെങ്കിലും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ദൈനംദിനമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. എവിടെയെങ്കിലും ഒരു ജോബ്, അത് ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു സ്ഥാപനത്തിലും വേക്കൻസികൾ എങ്ങനെ വരാം അല്ലെ, വേക്കൻസികൾ വന്ന ഓഡിറ്റിന്റെ ഭാഗമാണ് അല്ലെ. അപ്പോ ഓഡിറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ഇത് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് മതിയോ? സമയം കഴിയുമെന്ന് അറിയില്ല. അരമണിക്കൂർ ആണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സിനും കൂടി കയറാനുണ്ട്. ഞാൻ നോക്കട്ടെ, മിനിറ്റ് ഓഡിറ്റ് എടുക്കാൻ പറ്റും. ഞാൻ തന്നെയാണോ അവിടെ ഓഡിറ്റ് എടുത്തേക്കണത്? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ.
ഓഡിറ്റ് നമുക്ക് നോക്കാം. ഓഡിറ്റില് അതായത് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അവലോകനമാണ് അല്ലെ. നമ്മൾ ഓഡിറ്റ് നടത്തുക എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ട് വേണമെങ്കിലും ഓഡിറ്റ് നടത്താം. അതായത് നമ്മുടെ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് ഓഡിറ്റ് നടത്താം, അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ നന്നായിട്ടുള്ള നടത്തിപ്പാണോ നടത്തുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം. എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഓഡിറ്റ് നടത്തുന്നത് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതായത് നേരത്തെ കൂടി ഒരു ഹോസ്പിറ്റലിന്റെ വിങ് ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ടാവും. ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും എക്യുപ്മെന്റ് വെച്ചിട്ട് ഇത്ര റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നേരത്തെ കൂടി ഒരു ഡിസൈഡ് തീരുമാനം ഉണ്ടാവും. അതായത് നേരത്തെ കൂടി അവിടെ നിന്ന് ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ടാവും. ദെൻ വീണ്ടും നമ്മൾ കറന്റ്ലി നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പേഴ്സണെ വെച്ച് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ മിഷനറി വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കറന്റ്ലി ചെയ്യുന്നതാണ്. ദെൻ ഇവ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതായത് നേരത്തെ ഡിസൈഡ് വെച്ചിരിക്കുന്ന കാര്യങ്ങളും കറന്റ്ലി ഇപ്പോ നടക്കുന്നത് അതുമായി അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ എന്താണ് റിസൾട്ട്, ആ റിസൾട്ടും ഡിസൈഡ് റിസൾട്ടും നമ്മൾ കമ്പയർ ചെയ്ത് അത് തമ്മിൽ അവലോകനം ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ഒരുപക്ഷെ അവരെ ഡിസൈഡ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്താണ് കറന്റ്ലി കിട്ടുന്നതെങ്കിൽ അവരെ ഓക്കെ നമ്മള് വിചാരിച്ച കാര്യം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, തൃപ്തികരമാണ്. ഇൻ കേസ് അവര് വിചാരിച്ച കാര്യങ്ങളെക്കാൾ താഴെയാണ് റിസൾട്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ മെഡിക്കൽ ഓഡിറ്റും ക്ലിനിക്കൽ ഓഡിറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഓഡിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ അങ്ങനെ എന്താണ് അപാകത കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കുറഞ്ഞു പോയത് അല്ലെ, ഈ റിസൾട്ട് കാഴ്ചവെക്കാൻ പറ്റാത്തത് എന്നതുകൊണ്ട് അതിനെ കുറിച്ച് അവലോകനം ചെയ്ത് എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാറ്റം വരുത്തിയിട്ട് വീണ്ടും അവര് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റിസൾട്ട് നോക്കുമ്പോൾ ഓക്കെ ഒരു വിചാരിച്ച റിസൾട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ റൺ ചെയ്യും. ഇൻ കേസ് ഇതിനും കൂടി ഇംപ്രൂവ്മെന്റ് അല്ലെ, ചിലപ്പോഴൊക്കെ ഡിസൈഡ് റിസൾട്ടിനേക്കാളും കറന്റ് റിസൾട്ട് കൂടുതൽ കിട്ടാറുണ്ട്. അപ്പൊ ഇച്ചിരി കൂടി ബെറ്റർ ആണല്ലോ എന്ന് കരുതിയിട്ട് അവര് അത് കൂടുതൽ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ, വീണ്ടും കൊണ്ട് പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ എന്താണ് കൂടുതൽ നല്ല രീതിയിൽ ഇങ്ങനെ അവലോകനം ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അല്ലെ. റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി അതിന്റെ റിസൈഡ് റിസൾട്ടിനേക്കാളും കുറച്ചും കൂടി പെർസെന്റേജ് ചിലപ്പോൾ കുറച്ചു കൊടുക്കും. കാരണം എന്താണ് അവര് മാക്സിമം റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരാൾ 1-2 പേര് സാലറി നമ്മൾ കൊടുക്കാതെ തന്നെ അതായത് അവരെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ഒരു 10% അല്ലെ 10% അവിടെ നിർത്തിയിട്ട് ഒരു 10-20 പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ആണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചു. അതായത് ഒരു മന്ത്ലി ഒരു 10% നിർത്തിയിട്ട് അത്രയും പേഴ്സൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ടുള്ള നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ചില പേഴ്സൺസ് ഉണ്ട് പേഷ്യൻസ് ഉണ്ട് സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ഉണ്ട്, ചിലപ്പോൾ ഡിപ്പെൻഡബിൾ ആണ് മോസ്റ്റും സ്റ്റാഫുകളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യന്റ് ഉണ്ട്. ആ പേഷ്യന്റിന്റെ സ്വഭാവ രീതി അനുസരിച്ചിട്ടൊക്കെയാണ് ഈ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾ അല്ലെ അവർക്ക് ടാർജറ്റ് കൊടുക്കുന്നത്. ഈ ടാർജറ്റ് അനുസരിച്ചിട്ട് ഇവർക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്താണ് അത് ഓക്കെയാണ്, ആ ഓഡിറ്റ് അവലോകനം കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. അത് പറ്റുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് പറ്റുന്നില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഔട്ട് ചെയ്യും. ഇതിന് കൂടുതൽ നേട്ടം വരുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് 1-2 പേരെ അല്ലെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വീണ്ടും അത് അപ്ലൈ ചെയ്ത് നോക്കും. അത് ഓക്കെ ആണെങ്കിൽ അപ്പൊ ബിസിനസ്സിന് നന്നായിട്ടല്ലേ ഇവിടെ ബെനിഫിറ്റ് ആക്കി കൊണ്ടുവരാനായിട്ടാണ് അവർ പരമാവധി ശ്രമിക്കുന്നത്. ഈ മെഡിക്കൽ ഓഡിറ്റ് ആൻഡ് ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷൻ ഓഡിറ്റ് അങ്ങനെ 3 തരത്തിലുള്ള ഓഡിറ്റുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പേഷ്യൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതുമായി ബന്ധപ്പെട്ടല്ലേ അവരുടെ പ്രാക്ടീസും സിസ്റ്റം പോളിസീസ് പ്രാക്ടീസസ് സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാമാണ് പ്രധാനമായിട്ട് ആ സംഘടനാപരമായിട്ടുള്ള ഓഡിറ്റ് വരുന്നത്. ദെൻ മെത്തേഡ്സ് ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഓഡിറ്റുകൾ കൈകാര്യം ചെയ്യാം. അതായത് ഒബ്സർവേഷൻ ഡയറക്റ്റ് ഒബ്സർവേഷൻ വെച്ചിട്ട് കറന്റും ഡിസൈഡും നമ്മൾ കമ്പയർ ചെയ്യാം. ചെക്ക് ലിസ്റ്റുകൾ അല്ലെ ഓരോ ലിസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് കമ്പാരിസൺ നടത്താം. ക്വസ്റ്റ്യൻ വഴി അല്ലെ നിങ്ങൾ ഓക്കെ മറ്റുള്ള ചിലപ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ എൻക്വയറി നടത്തിയിട്ടൊക്കെ എന്താണ് ഇത് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ദെൻ പർപ്പസ്, ഇതിന്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രധാനമായിട്ടും റിസോഴ്സസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രീ റിക്വസ്റ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്
അത് കമ്മിറ്റികളല്ലേ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഓഫീസർ അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ടൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതേമാതിരി തന്നെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളല്ലേ കുറച്ചും കൂടി ഇത് സ്റ്റേജുകളായിട്ട് പറയുന്നുണ്ട്. പ്രിപ്പയറിംഗ് ഓഡിറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഡയഗ്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ ആ ഇൻഫോർമേഷൻസ് പാസ് ഔട്ട് ചെയ്യുക. അത് ആ ഡയഗ്രാം നോക്കി തന്നെ അല്ലെ ഇൻഫോർമേഷൻസ് അതിൽ നിന്ന് ടോപ്പിക് സെലക്ട് ചെയ്യുക. പ്രയോറിറ്റീസ് എന്താണെന്ന് എന്തിനാണ് മുൻഗണന കൊടുക്കുന്നതെന്ന് നോക്കുക. ഡിഫൈനിങ് ദ പർപ്പസ്, അതിന്റെ ഉദ്ദേശം എന്താണ് അല്ലെ, എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഇത്തരം ഓഡിറ്റ് നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഉദ്ദേശം എന്താണ്, പ്ലാനിങ് ഓഡിറ്റ്, ആ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. പിന്നെ ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയയില് ഇതേമാതിരി തന്നെ ഡിഫൈനിങ് ക്രൈറ്റീരിയ ഉണ്ട്. സോഴ്സ് ഓഫ് എവിഡൻസ് ഉണ്ട്, അപ്രൈസിംഗ് ദ എവിഡൻസ്, അതായത് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് പ്രധാനമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോഴെങ്കിൽ ഡോക്ടേഴ്സിന്റെ സേവനമായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സേവനമായിരിക്കും, അല്ലെങ്കിൽ മെഷീന്റെ കാര്യങ്ങളായിരിക്കും, അതല്ലെങ്കിൽ വർക്കേഴ്സിന്റെ സമയക്രമത്തിനെ കുറിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പൊ എന്താണ് എന്തിനെ കുറിച്ചിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട എവിഡൻസുകളൊക്കെ പരിശോധിക്കുക. പിന്നെ അപ്രൈസിംഗ് അപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾക്ക് ശേഷം നല്ലതാണെങ്കിൽ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അത് മോശമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അല്ലെ ഇപ്പൊ ഏത് സെലക്ഷൻ ഏത് ക്രൈറ്റീരിയ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നോക്കാം. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ് ഡാറ്റ കളക്ഷൻസും എന്താണ് അതിൽ വീണ്ടും പറയുന്നത് മെത്തേഡ്സ് ഓഫ് കളക്ഷൻ ഹാൻഡ്ലിംഗ് ഡാറ്റാസ്, ഡാറ്റാസ് എങ്ങനെയാണ് കൈകാര്യം ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുക. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ എൻഡില് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നമ്മൾ കറന്റ് ഡിസൈഡ് മെഡിക്കൽ ഓഡിറ്റ് ഓൺവേഴ്സിൽ മനസ്സിലാവുന്നില്ല. ഇതില് എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. കാരണം അതില് മെഡിക്കൽ ഓഡിറ്റിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അത്യാവശ്യം നോക്കാം. അതില് പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ജസ്റ്റ് വായിച്ചു നോക്കാൻ പറ്റാവുന്നതാണ്. നോക്കട്ടെ. മെഡിക്കൽ ഓഡിറ്റ് നോക്കാം. മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ assessment of a medical care in a retrospective through scrutiny of medical records. അതായത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അത് മുഴുവനും അവലോകനം ചെയ്തതാണ്. നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ക്ലാസ്സും കേട്ടിട്ടുണ്ടോ അല്ലെ? അല്ലേ മെഡിക്കൽ റെക്കോർഡ്സ് എടുത്തിട്ടില്ലേ? ഇല്ലേ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ക്ലാസ് ഇല്ലേ? മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് മെഡിക്കൽ റെക്കോർഡ്സിൽ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെതായ പ്രൊഫഷണൽസ് ആണ് അതിന്റെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിന്റെ ഓഡിറ്റിൽ വരുന്നത്. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. മെഡിക്കൽ ഓഡിറ്റ് എന്താണോ ഉണ്ടാവൂലേ? മെഡിക്കൽ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഭേദഗതികൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പോകേണ്ടതൊക്കെ ഉണ്ടാവൂലേ? It's a planned analysis program which clearly monitors and evaluates the clinical performance of all practitioners recorded by qualified professional staffs to identify, examine or verify the performance using accepted criteria. അതായത് ഇതില് പ്രൊഫഷണൽസ് ആണ് അല്ലെ, അവരുടെ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആയിരിക്കും. അവര് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. മെഡിക്കൽ ഓഡിറ്റ് അതിനെ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിന്റെ ആ ഒരു റെക്കോർഡ്സുകൾ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ആ ഒരു റെക്കോർഡ്സ് കൈകാര്യം ചെയ്ത പ്രൊഫഷണൽസ് ആണ്. അതായത് അവരാണ് അത് വെരിഫൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മെഡിക്കൽ റെക്കോർഡ് ഒരു ഇച്ചിരി വലിയ ചാപ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ എന്തായാലും എടുത്തിട്ടില്ല അത്. അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡുകൾ പ്രൊഫഷണൽസ് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അവര് തീർച്ചയായിട്ടും അതിന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് തന്നെ പ്രാക്ടീഷണേഴ്സിന്റെ രീതിയിൽ തന്നെയായിരിക്കും. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കും അല്ലെ. ഓരോന്നും കൈകാര്യം ചെയ്യുമ്പോഴും എന്താണ് റെക്കോർഡ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള നോളജ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെ സ്റ്റാഫുകളെയും അതനുസരിച്ചിട്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നതും എക്സാമിൻ ചെയ്യുന്നതും. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം
കൃത്യതയോടെയാണോ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അവർക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ട് അല്ലെ ഇവാലുവേഷൻ നടത്തിയിട്ടാണ് ഇവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. അപ്പൊ ഓരോ പ്രൊഫഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ആണ് അത് കൈകാര്യം ചെയ്തത്. മറ്റു റെക്കോർഡുകൾ പോലെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് തീരുമാനങ്ങൾ എടുത്തിട്ട് അത് എന്താണ് കറന്റ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന മാതിരി ആയിരിക്കില്ല മെഡിക്കൽ ഓഡിറ്റിൽ എടുത്ത് അത് എന്താണ് അത് കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും പ്രൊഫഷണൽസ് ആയിരിക്കും. അത് അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലിലാണ് തയ്യാറ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളുടെ കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് വെരിഫൈ ചെയ്ത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം വേണ്ടതെന്ന് തീരുമാനിക്കും. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്തായാലും എനിക്ക് അലോട്ടബിളായ സമയം കഴിഞ്ഞു. ഹ്യൂമൻ റിസോഴ്സസും കൂടിയുണ്ട്. ഹ്യൂമൻ റിസോഴ്സസിൽ അല്ലെ നമ്മൾ എടുത്തിട്ട് ഒരു ഇതുകൂടിയുള്ളത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഹ്യൂമൻ റിസോഴ്സസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയെങ്കിലും അല്ലെ ഏതെങ്കിലും ഒരു വേക്കൻസി വരികയാണെങ്കിൽ ആ വേക്കൻസി അവിടെയുള്ള സ്ഥാപനത്തിൽ തന്നെ പരിഹരിക്കാൻ പറ്റുമെന്ന്. അത് എന്താണ് ഇൻവെന്ററി അവരുടെ ഇൻവെന്ററി അവരുടെ അവിടെയുള്ള അപ്പോയിന്റ്മെന്റ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ ഇൻവെന്ററി നോക്കും. അവരുടെ ഏജും എക്സ്പീരിയൻസും അതവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അവർക്ക് പ്രൊമോഷൻ സാധ്യമാകാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ പ്രൊമോഷൻ സാധ്യമാക്കാൻ പറ്റുമെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് താഴെ ലെവലിലുള്ളവർക്കായിരിക്കും വേക്കൻസികൾ ഉണ്ടാക്കുക. പ്രധാനമായിട്ടും വേക്കൻസികൾ വരുമ്പോൾ അത് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടപ്പാക്കും. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അല്ലെ. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. മാക്സിമം എംപ്ലോയറിന്റെ ഉദ്ദേശം നല്ലൊരു പേഴ്സണെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ ആപ്ലിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവര് പ്രധാനമായിട്ട് എംപ്ലോയേഴ്സ് നോക്കും എന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു സ്ഥാപനത്തിൽ പോകണം എന്നുള്ള ഒരു മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ വെച്ചിട്ടായിരിക്കും അവർ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. അതിൽ നിന്നായിരിക്കും നല്ല സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കും. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്റർവ്യൂവിൽ നിന്നാണ് കൂടുതൽ പേര് നല്ല പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ കുറെ കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോവാനുണ്ട്. മാനേജറിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അത് മനസ്സിലിരുത്തി വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഒരുപാട് ടൈം എടുത്ത് ക്ലാസ്സുകളെല്ലാം എന്റെ കാണും. അതില് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ക്ലാസ് കേൾക്കണമെന്നില്ല. നിങ്ങൾ എന്തായാലും ഈ ക്ലാസ് കേൾക്കാട്ടോ. എന്തായാലും എനിക്ക് സമയം അവൈലബിൾ ആയിട്ടുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത ക്ലാസ് കേൾക്കേണ്ടതുണ്ട്. അപ്പോ നിങ്ങൾ ഈ ക്ലാസ് മസ്റ്റായിട്ടും കേൾക്കുക. തീർച്ചയായിട്ടും ഇത് മസ്റ്റായിട്ട് അല്ലെ മനസ്സിരുത്തി വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസോഴ്സിന്റെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എല്ലാ ടേംസും ജസ്റ്റ് മനസ്സിലാക്കണം അല്ലെ. എന്താണെങ്കിലും ജോബ് അനാലിസിസ് എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, പ്ലേസ്മെന്റ് എന്താണ്, ഇന്റർവ്യൂ എന്താണ്, അതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്, സെലക്ഷൻ എന്താണ്, റിക്രൂട്ട്മെന്റ് എന്താണ്, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അതിന്റെ വ്യത്യസ്ത ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും മനസ്സിലാക്കി വെക്കുക. സെപ്പറേഷനും കാര്യങ്ങളൊക്കെ അല്ലെ നമ്മള് വിട്ടുപോകുന്നു. ജോലിയിൽ നിന്ന് പറഞ്ഞ് ചിലപ്പോൾ വോളണ്ടറി ആയിട്ട് വിട്ടുപോകാം അല്ലെ. ചിലപ്പോൾ ചില മാറ്ററുകളൊക്കെ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് വിചാരിച്ച സമയമൊക്കെ കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഭാവിയില് നിങ്ങൾക്ക് ജോലി കിട്ടാട്ടെ. അതായത് നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിട്ട് അതിൻ്റെ അല്ലെ നമ്മൾ എന്തെങ്കിലും തൊഴിലാണ് ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചിടത്തോളം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. ഇതൊന്ന് നിങ്ങൾ എന്തായാലും ക്ലിനിക്കൽ ഓഡിറ്റിന്റെയും ഓർഗനൈസേഷൻ ഓഡിറ്റിന്റെ ആ 3 ടോപ്പിക് തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ചെറിയ പോയിന്റ്സ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഞാൻ എന്താ പറയുക ഈ സമയമാകുമ്പോൾ തന്നെ നിർത്തണം എന്നാണ് വിചാരിച്ചത്. 8 മണിയെങ്കിലും ആവുമ്പോഴേക്കും ഇപ്പൊ അത് ഇച്ചിരി കടന്നുപോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് കയറേണ്ടത് കൊണ്ടും തീർച്ചയായിട്ടും ഈ 2 ഡൗട്ട് ചെറിയ ടോപ്പിക്കാണ് അല്ലെ. ഈ ഒരു 2 ഡൗട്ട് ചെറിയ ടോപ്പിക്കാണ്. എന്റെ ക്ലാസ്സിൽ ഞാൻ എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ക്ലിയർ ചെയ്ത് തരണമെന്നുണ്ട്.
സമയം അവൈലബിൾ അല്ല. താങ്ക് യു. ഞാൻ ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണേ. എനിക്ക് അപ്പുറത്ത് ഒന്ന് ജസ്റ്റ് പോകാൻ പറ്റുമെങ്കിൽ എനിക്കിങ്ങനെ ഡൗട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കട്ടെ. അവിടെ കയറിയിട്ടില്ല എങ്കിൽ ഞാനൊന്നുകൂടി അനുവാദം മേടിച്ചിട്ട് ഞാൻ ഇതിന് വേറെ ഡൗട്ട് നോക്കാം. ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് ബ്രേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ആ ഡൗട്ടും കൂടി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. പിന്നെ നമ്മൾ കാണില്ലല്ലോ. മെഡിക്കൽ ഓഡിറ്റും ക്ലിനിക്കൽ ഓഡിറ്റും ഓർഗനൈസേഷൻ ഓഡിറ്റും അല്ലെ. അതില് മെഡിക്കൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞല്ലേ, മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട, പേഷ്യന്റുമായി ബന്ധപ്പെട്ട കുറച്ച് സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവരുടെ പ്രകടനം അല്ലെ, രോഗിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ആ രോഗിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ, ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെഡിക്കൽ ആയിട്ടുള്ള ഓഡിറ്റിൽ വരുന്നത്. ഇനി ക്ലിനിക്കൽ രോഗി ഇതിൽ വരുമ്പോൾ രോഗി പരിചരണമാണ്. അതായത് രോഗികൾ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ടോ, ഈ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രോഗി പരിചരണത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പൊ ഈ ഓഡിറ്റ് ചെയ്യുന്നത് എന്തിന്റെ ഏത് ഭാഗത്തും എന്തെങ്കിലും ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് എന്താണ്, മെഡിക്കലുമായി ബന്ധപ്പെട്ട് അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ഇത് രോഗിയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ക്ലിനിക്കലിൽ വരുന്നത്. മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷൻ, അത് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതാണ്. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുന്നു. ഇനി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥാപനം അല്ലെ, ആ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിന്റെ സിസ്റ്റത്തിലെ, പോളിസിയിലെ, പ്രാക്ടീസിലെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിലെ എല്ലാം എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ എന്നുള്ളതാണ്. ഇത് മൂന്ന് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കാം. അതായത് മെഡിക്കൽ എന്ന് പറയുമ്പോൾ അവരുടെ പ്രൊഫഷൻ, അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതനുസരിച്ചിട്ടാണ് പോകുന്നത്, അതിനെന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തണം. ക്ലിനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ അല്ലെ, രോഗിയുമായി ബന്ധപ്പെട്ട ചികിത്സാ കാര്യങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി, നമുക്ക് ചികിത്സാ സമയ മാറ്റങ്ങൾ, ചില നമുക്ക് അല്ലെ കോവിഡ് സമയത്തിനൊക്കെ നമുക്കറിയാം അതിന്റെ ആ ഷിഫ്റ്റും കാര്യങ്ങളല്ലേ, അതൊക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഭേദഗതികളൊക്കെ വരുത്തി നോക്കി അല്ലെ. നമ്മൾ അത് ചികിത്സാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള മറ്റു കാര്യങ്ങൾ അല്ലെ, ഇപ്പോ പോളിസികൾ, എന്തെങ്കിലും നയങ്ങളോ അല്ലെങ്കിൽ പ്രാക്ടീസുകൾ കൊടുക്കുന്നതോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സിന്റെ ഷെഡ്യൂൾ ക്രമത്തിലോ, അങ്ങനെയുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ എന്നുള്ളതാണ്. അതിന്റെ അവലോകനമാണ് ഈ ഓഡിറ്റിൽ വരുന്നത്. മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒരു ഇതുകൾ മാത്രമേ ഉള്ളൂ, ഒരു ചെറിയൊരു പിക്ചേഴ്സ് ആണ് അവർ തരുന്നത്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ റെക്കോർഡ്സ്, നിങ്ങൾക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അത് പ്രൊഫഷണൽസ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്, മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് കാര്യങ്ങളാണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, സ്ഥാപനത്തിലല്ലേ, ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് മുതൽ എന്താ പറയുക അങ്ങനെ അറ്റത്തുള്ള ഏറ്റവും ബാക്കിലുള്ള അല്ലെ, ഏത് ലെവലിലേക്കും ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തണമോ എന്ന്. പ്രധാനമായിട്ടും ഷിഫ്റ്റ് ടൈമുകളോ അല്ലെങ്കിൽ നയങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണമെന്നുള്ളത്. ക്ലിയർ ആയോ? തീർച്ചയായിട്ടും എന്റെ ക്ലാസ് ഒന്നും കൂടി കേൾക്കാം. ഇതിൽ ഓരോന്നും സമയം എടുത്തല്ലേ, ഓരോന്നും എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സംശയം ബാക്കി വെച്ചിട്ട് പോകണ്ട.
അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു ബ്രേക്ക് മേടിച്ചത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. താങ്ക് യു. നിങ്ങൾ കോപ്പറേറ്റീവ് തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ റെസ്പോണ്ട് ചെയ്തവരായിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ അറിയുക. അപ്പോ എന്തായാലും ക്ലാസ്സുകൾ അത് നമ്മൾക്ക് എന്താ പറയാ കഴിഞ്ഞു അല്ലെ, നമ്മുടെ സമയം കഴിഞ്ഞു. 6 മന്തിന്റെ ആ ഒരു കോഴ്സ് നിങ്ങളുടെ എക്സാമോട് കൂടി പൂർത്തിയാകുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുമെന്ന് ഉറപ്പിൽ നമുക്ക് വരിക. ഓക്കെ, താങ്ക് യു. Thank you, ma'am.